നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാഫ് എ ഡേ നോക്കിയായിരുന്നു. അപ്പോൾ ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കടങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. അപ്പം നന്ദിയുള്ള കടങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആരാ എഴുതിയത്? സെൽമ ലാജർലോഫ് ആണ് എഴുതിയത്. ആദ്യം നമുക്ക് ഓഥറിനെ പറ്റി നോക്കാം. Selma Lagerlöf, the renowned Swedish author, was born on 20 November 1858. She received a private education which was unusual for girls of her time. Later, she studied at the Royal Advanced Female Teachers Seminary in Stockholm. From 1882 to 1885, she taught at a Swedish high school for girls in Landskrona, Sweden. She was the first woman to win the Nobel Prize in Literature, which was awarded to her in 1909. She was also the first woman to be granted a membership in the Swedish Academy. Two of her notable works are The Story of Gustav Bern and The Invisible Links. She passed away on 16 March 1940. അപ്പോൾ എന്താണ്? സെൽമ ലാജർലോഫ് എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് ആയിട്ടുള്ള ഓഥറാണ്. അവർ ജനിച്ചത് November 20, 1958 അപ്പോൾ ഷീ റിസീവ്ഡ് എ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ആയിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വിച്ച് വാസ് അൺയൂഷ്വൽ ഫോർ ഗേൾസ് ഓഫ് ഹർ ടൈം. എന്താണ്? അന്നത്തെ കാലത്തുള്ള ഗേൾസിന് അങ്ങനെയുള്ള എഡ്യൂക്കേഷനാണ് കൊടുത്തിരുന്നത്. ലെറ്റർ ഷീ സ്റ്റഡീഡ് അറ്റ് ദ റോയൽ അഡ്വാൻസ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാറി ഇൻ സ്റ്റോക്ക്ഹോമിൽ തന്നെയുള്ള ഒരു റോയൽ അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെ അടുക്കൽ പിന്നെ അവരെ പഠിച്ചു. അതിനുശേഷം എവിടെ പഠിച്ചു? ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ പഠിച്ചു. അതും സ്വീഡിഷിൽ തന്നെയാണ്. ഷി വാസ് എ ഫസ്റ്റ് വുമൺ. ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണിത്. എന്താണ്? ആദ്യമായിട്ട് ഫസ്റ്റ് വുമൺ, ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടുന്ന വുമൺ ആണ്. ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് വാങ്ങുന്ന വുമൺ ആണ്, സ്ത്രീയാണ്. ആരെന്ന് പറയുന്നത്? സെൽമ ലാജർലോഫ് എന്ന് പറയുന്നത്. അത് എന്നാണ് കിട്ടിയത്? 1909 ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം എല്ലാവരും. ഷി വാസ് ആൾസോ ദ ഫസ്റ്റ് വുമൺ ടു ബി ഗ്രാൻഡഡ് എ മെമ്പർഷിപ്പ് ഇൻ സ്വീഡിഷ് അക്കാഡമി. അതുപോലെ തന്നെ സ്വീഡിഷ് അക്കാഡമിയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്ന ആദ്യത്തെ സ്ത്രീയും ആരാണ്? സെൽമ ലാജർലോഫ് ആണ്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റാവ് ബെർനും ദ ഇൻവിസിബിൾ ലിങ്ക്സ് എന്നും പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓഥറിനെ പറ്റിയിട്ട് നമുക്കിനി പാഠത്തിലേക്ക് പോകാം. നമ്മുടെ പാഠം എന്ന് പറയുന്നത് ഈ സെൽമ ലാജർലോഫ് നോബൽ പ്രൈസ് വാങ്ങാനായിട്ട്, നമ്മളിപ്പോൾ പറഞ്ഞു നോബൽ പ്രൈസ് ആദ്യമായിട്ട് ലിറ്ററേച്ചറിൽ വനിതകൾക്ക് നോബൽ പ്രൈസ് കൊണ്ടുവന്ന ആൾ സെൽമ ലാജർലോഫാണ്. ആ നോബൽ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ പോകുമ്പോൾ ഉള്ള ഒരു തോട്ട്, അവർ ആ പോകുന്ന വഴിയിലുള്ള ചിന്തകൾ, തോട്ട്സ്, അതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പം നോക്കിക്കോളൂ. ഫസ്റ്റ് പാരഗ്രാഫ്. എ ഫ്യൂ ഡേയ്സ് ago I was sitting in the train bound for Stockholm. It was early evening. There was little light in my compartment and none at all outside. My fellow passengers were dozing and I was very quiet listening to the rattling of the train. A few days ago, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, I was sitting in the train. ഞാൻ എവിടെയാണ്? ട്രെയിനിൽ ഇരിക്കുകയാണ്. bound for Stockholm. എവിടേക്ക് പോവുകയാണ്? സ്റ്റോക്ക്ഹോമിലേക്ക് പോവുകയാണ്. സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. ഇറ്റ് വാസ് ഏർലി ഈവനിങ്. എന്താണ്? ഏർലി ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ്. വൈകുന്നേരം തോനെ വൈകിക്കഴിഞ്ഞു. ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. എന്താണ്? ഒരു വെളിച്ചം പോലും എന്തില്ല, എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു വെളിച്ചമില്ല. ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. വെളിയിലും എന്താണ്? ഒരു വെളിച്ചവും ഇല്ല. അപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട്. My fellow passengers were dozing and I was very quiet listening to rattling of the train. എൻ്റെ കൂടെയുള്ള പാസഞ്ചേഴ്സൊക്കെ എന്താണ്? ഉറക്കം തൂങ്ങി മയങ്ങിയൊക്കെ ഇരിക്കുകയാണ്. I was very quiet. ഞാനും പതിയെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്? listening to the rattling of the train. റാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ശബ്ദത്തെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്? ഞാൻ ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ ലിസൺ ചെയ്ത് കേട്ടുകൊണ്ട് ഞാനും ഇരിക്കുകയാണ്.
Next paragraph. And then I began to think of all the other times I had come up to Stockholm. It had usually been to do something difficult, such as to pass examinations, and now I was coming to receive the praise in literature. That too I thought would be difficult. എന്താണ് ആൻഡ് ദെൻ ഐ ബിഗാൻ ടു തിങ്ക് ഓഫ് ആൾ ദ അതർ ടൈംസ്. ഞാനപ്പോൾ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? അതർ ടൈംസ്, ഇതിനു മുമ്പൊക്കെ ഉള്ള സമയങ്ങളിൽ. ഐ ഹാഡ് കം ടു സ്റ്റോക്ക്ഹോം, ഞാൻ എവിടേക്ക് പോകുമ്പോൾ? സ്റ്റോക്ക്ഹോമിലേക്ക് ഇതിനു മുമ്പൊക്കെ പോകുമ്പോൾ എന്താണ്? ഇറ്റ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൽട്ട്, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എവിടേക്ക് പോകുന്നത്? ഇതിനു മുമ്പൊക്കെ എവിടെ പോയിട്ടുള്ളത്? സ്റ്റോക്ക്ഹോമിൽ പോയിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കാണ്. സച്ച് ആസ് ടു പാസ് എക്സാമിനേഷൻ. എന്താണ്? എക്സാം എഴുതാനോ എക്സാം പാസ്സായി എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന് പ്രയാസമുള്ള കാര്യത്തിനാണ് ഞാൻ എവിടെ പോയിരുന്നത്? സ്റ്റോക്ക്ഹോമിലേക്ക് പോയിരുന്നത്. ആൻഡ് നൗ, ഇപ്പോൾ ഞാൻ പോകുന്നത് എന്തിനാണ്? ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. എന്താണ്? ഞാൻ പോകുന്നത് നോബൽ പ്രൈസ് വാങ്ങാനാണ്. എന്തിനുള്ള? ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് വാങ്ങാനാണ്. ആൻഡ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൽട്ട്. ഞാൻ ചിന്തിച്ചു എന്താണ് ഇത് എപ്പോഴും പ്രയാസമുള്ള കാര്യങ്ങളെക്കാളും എന്താണ് അതിൽ നിന്നും വലിയൊരു പ്രയാസമുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ്. മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കിക്കേ. ഡീപ് within me, however, was a wondrous joy at receiving this praise. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. There were my good friends, my brothers and sisters, and first and foremost my old mother, who, sitting back home, was happy to have lived to see this day. But then I thought of my father and felt a deep sorrow that he was no longer alive. I could not go and tell him that I had been awarded the Nobel Prize. I knew that no one would have been happier than he to hear this. Yes, it was a deep sorrow to me that I could not tell him. നോക്കിക്കേ, ഡീപ്പ് വിത്ത് മീ എന്താണ്? ആഴത്തിൽ തന്നെ. however was a wondrous joy at receiving this praise. ആഴത്തിൽ എന്നെ സ്പർശിക്കുന്നുണ്ട്. എന്താണ്? ഈ ഒരു അത്ഭുതകരമായ സന്തോഷം. എന്തിനുള്ള? ഈ ഒരു നോബൽ പ്രൈസ് വാങ്ങുന്നതിലുള്ള സന്തോഷം ആഴത്തിൽ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷിപ്പിക്കുന്നുണ്ട്. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ I tried to dispel my anxiety, ഞാൻ എൻ്റെ ആ ഒരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ എന്താണ് പ്രകടിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ ഉള്ളിലായിട്ട് ഉണ്ട്. ദെയർ വർ മൈ ഗുഡ് ഫ്രണ്ട്സ്. അതിനുള്ള സന്തോഷമൊക്കെ ഞാൻ ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എന്നിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചവരാരൊക്കെയാണ്? ദെയർ വർ മൈ ഗുഡ് ഫ്രണ്ട്സ്, എൻ്റെ ഒരുപാട് നല്ല കൂട്ടുകാർ. മൈ ബ്രദേഴ്സ്, എൻ്റെ സഹോദരങ്ങൾ. ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരിമാർ. ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, അതുപോലുള്ള ഒരുപാട് ആളുകൾ. പിന്നെ ആദ്യമായിട്ടും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആരാണ്? മൈ ഓൾഡ് മദർ, ഹു, വയസ്സായ എൻ്റെ അമ്മയും. സിറ്റിംഗ് ബാക്ക് ഹോം, അമ്മ എവിടെയാണ്? വീട്ടിലിരിക്കുന്ന വയസ്സായ എൻ്റെ അമ്മയും. വാസ് ഹാപ്പി ടു ഹാവ് ലീവ്ഡ് ടു സീ ദിസ് ഡേ, ഈ ഒരു ദിവസത്തിൽ വളരെയധികം സന്തോഷിക്കുന്നവരാണ്. അപ്പം എനിക്ക് നോബൽ പ്രൈസ് കിട്ടാൻ കാരണക്കാരായവരെല്ലാവരും എന്താണ്? എൻ്റെ ഈ ഒരു വിജയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷിക്കുന്നുണ്ട്. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ് സോറോ ദാറ്റ് ഹി വാസ് നോ ലോങ്ങർ അലൈവ്. എന്താണ്? പക്ഷേ എനിക്ക് ഒരേ ഒരു വിഷമമുണ്ട്. സോറോ എന്ന് പറഞ്ഞാൽ വേദന, ഒരു വേദനയുണ്ട്. എന്താ വേദന? എൻ്റെ അച്ഛൻ എന്നോടൊപ്പം ഇല്ല. ഡീപ്പ് സോറോ എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ളൊരു വേദനയുണ്ട്. എന്താണ്? അച്ഛൻ ഇപ്പോൾ എന്നോടൊപ്പം ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ആരില്ല? അച്ഛൻ ഇല്ല എന്നുള്ളൊരു വേദന. I could not go and tell him that I had been awarded the Nobel Prize. എനിക്ക് എന്താണ്? അച്ഛനോട് പോയി പറയാൻ കഴിയുന്നില്ല. എന്താണ്? ഞാനിപ്പോൾ നോബൽ പ്രൈസ് വാങ്ങാൻ പോവുകയാണെന്ന് എനിക്ക് അച്ഛനോട് പറയാൻ കഴിയുന്നില്ല. I knew that no one would have been happier than he to hear this. എനിക്ക് നോബൽ പ്രൈസ് കിട്ടുന്നു എന്നുള്ള ആ സന്തോഷ വാർത്ത കേൾക്കാനും ആരില്ല? അച്ഛനില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു. As it was a deep sorrow to me that I could not tell him. ഈ ഒരു വിഷമം എന്താണ്? എന്നെ ഒരു ആഴത്തിലുള്ളൊരു വിഷമം, വേദനയായിട്ട് എന്താണ് എൻ്റെ മനസ്സിലിരിക്കുകയാണ്. കാരണം എന്താണ്? എനിക്ക് അച്ഛനോട് പറയാൻ കഴിയാത്തത് കൊണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്.
All rustle and bustle ceased, and the sound of the wheels became a soothing, peaceful melody. The coaches no longer seemed to run on rails and sleepers, but to glide into space. ആൾ റസിൽ ആൻഡ് ബസിൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ വലിയ ശബ്ദങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ട്രെയിൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയല്ലേ പോകുന്നത്. അപ്പം ആ ട്രെയിനിൻ്റെ വലിയ ശബ്ദം, സൗണ്ട് ഓഫ് ദ വീൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പതിയെ പതിയെ സൗണ്ട് കുറഞ്ഞ് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. പീസ്ഫുൾ, അതുപോലെ ശാന്തമാവാൻ തുടങ്ങി. ദ കോച്ചസ് നോ ലോങ്ങർ സീംഡ് ടു റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് ബട്ട് ടു ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. കോച്ചസ് ഒക്കെ എന്ത് ചെയ്യാണ്, പതിയെ അതുപോലെ വളരെ ശാന്തമായിട്ട് എന്താണ് ട്രെയിൻ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. I sat there and thought how much I should like to see my old father again. ഞാൻ ചിന്തിക്കുകയാണ് എന്താണ്, എൻ്റെ അച്ഛനെ എനിക്ക് ഇനിയും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. So light and soundless was the movement of the train that I could hardly imagine I was on this earth. ട്രെയിനിൻ്റെ ആ സൗണ്ട് ഇല്ലായ്മയും അതുപോലെ അതിൻ്റെ ചലനമില്ലായ്മയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് എന്താണ്, എനിക്ക് ഇമാജിൻ ചെയ്യുകയാണ്, ഞാൻ മനസ്സിൽ കാണുകയാണ് എന്താണ്, ഐ വാസ് ഓൺ ദിസ് എർത്ത്, ഭൂമിയിലല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം. ഞാൻ എന്താ ട്രെയിനിൽ ഇരുന്ന് എന്ത് ചെയ്യാണ്, ദിവാസ്വപ്നം കാണുകയാണ്. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വെയർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ്. ഞാൻ എന്താണ് ചിന്തിക്കുകയാണ്, എവിടെ പോയി, പാരഡൈസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോയി ഞാൻ അച്ഛനെ മീറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. ഐ സീം ടു ഹാവ് ഹേർഡ് ഓഫ് സച്ച് തിങ്സ് ഹാപ്പനിങ് ടു അതർ പീപ്പിൾ, വൈ ദെൻ നോട്ട് ടു മൈസെൽഫ്. ഐ സീം ടു ഹാവ് ഹിയർഡ് ഓഫ് സച്ച് തിങ്സ് ഹാപ്പനിങ് ടു അതർ പീപ്പിൾ. ഞാൻ ഇങ്ങനെ എന്താണ് മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ്, വൈ ദെൻ നോട്ട് ടു മൈസെൽഫ്. എന്താ മറ്റുള്ള ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും എന്തുകൊണ്ട് അത് പറ്റില്ല എന്ന് നമ്മുടെ ഓതർ ചിന്തിക്കുകയാണ്. The train went gliding on, but it had a long way to go yet, and my thoughts raced ahead of it. ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു, അതിനേക്കാൾ വേഗത്തിൽ എന്താണ് എൻ്റെ ചിന്തകളും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Next paragraph. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high upon his forehead, and get up and walk toward me. He will say, "Good day, my daughter. I am very glad to see you," or "Why you are here, and how are you, my child?" just as he always used to do. നോക്കിക്കേ, ഫാദർ വിൽ സർട്ടൻലി ബി സിറ്റിംഗ് ഇൻ എ റോക്കിംഗ് ചെയർ ഓൺ എ വരാന്ത. അപ്പം അച്ഛനെ കണ്ടതായിട്ട് തോന്നുകയാണ്. എന്താണ്, ഫാദർ അച്ഛൻ എവിടെ ഇരിക്കുകയാണ്, ഒരു റോക്കിംഗ് ചെയർ ഓൺ വരാന്തയിൽ ഒരു ചെയറൊക്കെ ഇട്ട് എന്താണ് അച്ഛൻ ഇരിക്കുകയാണ്. വിത്ത് എ ഗാർഡൻ ഫുൾ ഓഫ് സൺഷൈൻ. സൂര്യപ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാർഡൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ എന്തൊക്കെ ഉണ്ട്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. പൂക്കളും കിളികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിലായിട്ടുണ്ട്. ഹി വിൽ ബി റീഡിങ്, ഓഫ് കോഴ്സ്. ഇപ്പോഴും അദ്ദേഹം സാധാരണ പോലെ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വെൻ ഹി സീസ് മീ, അപ്പോൾ എന്നെ എന്നെ അദ്ദേഹം കണ്ടു. ഹി വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക്. എന്താണ്, ബുക്കൊക്കെ താഴെ വെച്ച് പുഷ് ഹിസ് സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞാൽ കണ്ണാടി, അദ്ദേഹത്തിൻ്റെ കണ്ണാടികൾ ഹൈ അപ്പോൺ ഹിസ് ഫോർഹെഡ്. കണ്ണിൽ നിന്ന് മാറ്റി നമ്മൾ തലയിലേക്ക് വെക്കത്തില്ല, അപ്പം കണ്ണിൽ നിന്ന് തലയിലേക്ക് കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച്. ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവാർഡ് മീ. എഴുന്നേറ്റ് എൻ്റെ അടുക്കലേക്ക് നടന്നു വരികയാണ്. ഹി വിൽ സേ, എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ്, ഗുഡ് ഡേ മൈ ഡോട്ടർ. നല്ല ദിവസമല്ലേ മോളെ. ഐ ആം വെരി ഗ്ലാഡ് ടു സീ യു. ഞാൻ വളരെ സന്തോഷമാണ് നിന്നെ കണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചോദിക്കും, ഓർ വൈ ആർ യു ഹിയർ എന്നല്ലെങ്കിൽ എന്ത് ചോദിക്കും, എന്താ നീ ഇവിടെ വന്നത്. ആൻഡ് ഹൗ ആർ യു, നിനക്ക് എങ്ങനെയുണ്ട്, മൈ ചൈൽഡ്, എൻ്റെ മോളെ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കും. ജസ്റ്റ് ആസ് ഹി ആൾവേസ് യൂസ്ഡ് ടു. സാധാരണ ചോദിക്കുന്നത് പോലെ ഇതൊക്കെയായിരിക്കും അച്ഛൻ ചോദിക്കുന്നത്. അടുത്ത പാരഗ്രാഫ്. ഹി വിൽ സെറ്റിൽ അഗെയിൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ ആൻഡ് ഓൺലി ദെൻ ബിഗിൻ ടു വണ്ടർ വൈ ഐ ഹാവ് കം ടു സീ ഹിം. യു ആർ ഷുവർ ദർ ഈസ് നത്തിങ് എമിസ്, he will ask suddenly. No, father, all is well, I will reply. But then, just as I am about to break my news to him, I will decide to keep it back just a while longer and try the indirect approach. I have come to ask you for advice, father, I will say, for I am very heavily in
ഡെപ്റ്റ്. എന്താണ്? ഹി വിൽ സെറ്റിൽ അഗെയിൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ ആൻഡ് ഓൺലി ദെൻ ബിഗിൻ ടു വണ്ടർ വൈ ഐ ഹാവ് കം ടു സീ ഹിം. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? പിന്നെയും പോയി ചെയറിയിരുന്നു. എന്നാൽ എന്താണ്? എന്നെ കണ്ട ആ ഒരു അത്ഭുതം അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. യു ആർ ഷുവർ ദർ ഈസ് നത്തിങ് എമിസ്. എന്താണ്? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അച്ഛൻ ചോദിക്കും. ഹി വിൽ ആസ്ക് സഡൻലി. പെട്ടെന്ന് തന്നെ അദ്ദേഹം ചോദിക്കും. നോ ഫാദർ, ഓൾ ഈസ് വെൽ. ഇല്ല അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുകയാണ്. ഐ വിൽ റിപ്ലൈ. ഞാൻ റിപ്ലൈ കൊടുക്കും. ബട്ട് ദെൻ ജസ്റ്റ് ആസ് ഐ ആം എബൌട്ട് ടു ബ്രേക്ക് മൈ ന്യൂസ് ടു ഹിം. എന്താണ്? ഞാൻ ഇപ്പോഴേ ആ വാർത്ത, എന്ത് വാർത്തയാണ് ഇവിടെ? വാർത്ത എന്ന് പറയുന്നത് ആ നോബൽ പ്രൈസ് കിട്ടാനുള്ള വാർത്തയാണ്. ആ വാർത്ത ഇപ്പോഴേ പറയേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. ഐ വിൽ ഡിസൈഡ് ടു കീപ്പ് ഇറ്റ് ബാക്ക് ജസ്റ്റ് വൈൽ എ ലോങ്ങർ ആൻഡ് ട്രൈ ദ ഇൻഡയറക്റ്റ് അപ്രോച്ച്. കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. ആൻഡ് ട്രൈ ദ ഇൻഡയറക്റ്റ് അപ്രോച്ച്. എന്താണ്? സാധാരണ ഒരു എനിക്കിപ്പോൾ നോബൽ പ്രൈസ് കിട്ടാൻ പോവുകയാണെന്ന് അങ്ങ് ഡയറക്റ്റ് പറയാതെ ഒരു ഇൻഡയറക്റ്റ് രീതിയിൽ അത് പറയാമെന്ന് നമ്മുടെ ഓതർ വിചാരിക്കുകയാണ്. ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ. ഞാൻ അച്ഛനിൽ നിന്നൊരു ഉപദേശത്തിന് വേണ്ടിയാണ് വന്നത് അച്ഛ എന്ന് പറയണം. ഐ വിൽ സേ. ഞാൻ പറഞ്ഞു. ഫോർ ഐ ആം വെരി ഹെവിലി ഇൻ ഡെപ്റ്റ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം. ഞാനൊരു വലിയ കടത്തിലാണ് എന്ന് അച്ഛനോട് പറയുകയാണ്. ഐ ആം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ, ഫാദർ വിൽ റിപ്ലൈ. One may well say of this place that it has everything except money. എന്താണ്? ഐ ആം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ. എന്താണ്? കടമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുകയാണ്. എന്താണ്? നീ പേടിക്കണം, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഈ ഒരു അവസ്ഥയിൽ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫാദർ വിൽ റിപ്ലൈ. അച്ഛൻ മറുപടി പറഞ്ഞു. വൺ മേ വിൽ സേ ഓഫ് ദിസ് പ്ലേസ് ദാറ്റ് ഇറ്റ് ഹാസ് എവറിത്തിങ് എക്സെപ്റ്റ് മണി. ഈ സ്ഥലത്ത് എന്താണ്? എല്ലാ സാധനങ്ങളും കിട്ടും എക്സെപ്റ്റ് മണി. എന്തൊഴികെ? പൈസ ഒഴികെ ബാക്കി എല്ലാം ഇവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് അച്ഛൻ പറയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി ദാറ്റ് ഐ ലവ്. ഡു യു റിമെമ്പർ ഹൗ യു യൂസ്ഡ് ടു പ്ലേ ദ പിയാനോ ആൻഡ് സിംഗ് Bellman's songs to us children, and how you would let us read Techner and Runeberg and Anderson? It was then that I first fell into debt. Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes? നോക്കിക്കേ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി ദാറ്റ് മോള് പറയണ. പക്ഷെ എനിക്ക് എന്താണ്? മണിയല്ല, പൈസ അല്ല വേണ്ടത് അച്ഛാ. ഡു യു റിമെമ്പർ ഹൗ യു യൂസ്ഡ് ടു പ്ലേ ദ പിയാനോ? അച്ഛൻ ഓർമ്മയുണ്ടോ എന്താണ് എനിക്ക് പിയാനോ വായിച്ചു തരുന്നത്? അതുപോലെ സിംഗ് ബെൽമാൻ സോങ്, ബെൽമാൻ്റെ പാട്ടുകളൊക്കെ പാടിത്തരുന്നത് ടു അസ് സ്റ്റിൽ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത്. ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് us read ടെക്നർ ആൻഡ് റൂൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ. അതുപോലെ ടെക്നർ, റൂൺബർഗ്, ആൻഡേഴ്സൺ ഇതെല്ലാം ഓതേഴ്സിൻ്റെ പേരാണ്, റൈറ്റേഴ്സിൻ്റെ പേരാണ്. അവരുടെയൊക്കെ ബുക്കുകൾ വായിച്ചു തരുന്നത് ഇതൊക്കെ അച്ഛൻ ഓർമ്മയുണ്ടോ? ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെപ്റ്റ്. ഇതൊക്കെയാണ് എൻ്റെ കടങ്ങളുടെ ആദ്യത്തെ കടമായിട്ട് മാറിയിരിക്കുന്നത്. ഫാദർ, ഹൗ ഷാൾ ഐ എവർ റീപേ ദം ഫോർ ടീച്ചിങ് മീ. പിന്നെന്താണ്? അച്ഛൻ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് എന്താണ് എനിക്ക് റീപേ ആയിട്ട് മാറിയിരിക്കുന്നത്. ലവ് ഫെയറി ടെയിൽസ് ആൻഡ് സാഗാസ് ഓഫ് ഹീറോസ്. അതുപോലെ ഫെയറി ടെയിൽസും സാഗാസ് ഓഫ് ഹീറോസും ഇതൊക്കെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ കടം വന്നിരിക്കുന്നത് എന്നാണ് മകള് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.